ഇത്തവണത്തെ +2 റിസൾട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് മാത്സിൽ ഒരു വളരെ വ്യത്യസ്തമായുള്ള ഒരു ട്രെൻഡാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ കരസ്ഥമാക്കിയ ഗ്രേഡ് മാത്സിൽ എ ഗ്രേഡ് ആണ്. 40,637 കുട്ടികൾക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. 32,141 കുട്ടികൾക്ക് മാത്രമേ A+ കിട്ടിയിട്ടുള്ളൂ. അതായത് ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം ഏകദേശം 30,000 സംതിങ് ആണ്. ആ 32,000 30,000 കുട്ടികൾക്കും ഏകദേശം A+ കിട്ടിയിട്ടുണ്ട്. 5 A+ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 5 A+ കിട്ടിയ കുട്ടികളിൽ ഏകദേശം കുട്ടികൾക്കൊക്കെ A+ നഷ്ടമായുള്ള സബ്ജക്റ്റ് അത് മാത്സ് ആണ്. അതിന് പ്രധാന കാരണം +1 ഫുൾ മാർക്കും A+ ഒക്കെ കിട്ടിയ കുട്ടികൾ ഈ ലിസ്റ്റിലുണ്ട്. 40,637 എന്ന് പറയുന്ന ഈ നമ്പറിനുള്ളിലുണ്ട്. +1 +2 A+നേക്കാളും കൂടുതൽ കുട്ടികൾക്ക് മാത്സിൽ എ ഗ്രേഡ് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം മാത്സ് എക്സാം ആയിരുന്നു നിങ്ങളുടെ +2 എക്സാമുകളിൽ വെച്ച് ഏറ്റവും ടഫായിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു റീസൺ. എന്ന് വെച്ച് അത് മാത്രമല്ല, അതുകൊണ്ട് കുറേ കുട്ടികൾ ഇതിൽ സ്റ്റക്കായി പോയി എന്നുള്ളത് ഒക്കെയാണ്. എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എ ഗ്രേഡിലേക്ക് ഒതുങ്ങാൻ കാരണം ചെറിയ സ്മോൾ കാൽക്കുലേഷൻ മിസ്റ്റേക്സ്, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് പല പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഫോർമുലകൾ പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുള്ളത്, അതേപോലെ തന്നെ നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് സ്റ്റെപ്പുകൾ സ്കിപ്പായി പോയിട്ടുള്ളത്, അതേപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വേണ്ട പോലെ പ്രാക്ടീസ് ചെയ്യാതിരുന്നത്. ഈ കാരണങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് A+ മിസ്സാകാനുള്ള കാരണം. ഇനി നമ്മൾ ഇത് അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കുട്ടികൾ എക്സാമിന് അപ്രോച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ചെയ്യും എന്നുള്ളത് 100% ഷുവറാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന ഒരു സബ്ജക്റ്റ് അത് മാത്സ് ആയിരിക്കും. കാരണം 5 A+ കിട്ടിയ കുട്ടികൾക്കൊക്കെ ഫുൾ A+ലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് മാത്സ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഒരു വിലങ്ങുതടിയായിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ മാറ്റണം. നമുക്ക് A+ലേക്ക് എത്തിക്കാം. വഴിയുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യത്തത് നിങ്ങൾ NCERT നിങ്ങളുടെ കയ്യിൽ ഒരു മാസം കൃത്യമായുള്ള സമയമുണ്ട്. NCERT ഈ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യുക. ക്വസ്റ്റ്യൻ പാറ്റേൺ റീസെൻ്റ് ആയിട്ടുള്ള 2026 മോഡലും പബ്ലിക്കും അതേപോലെ 2025 ക്രിസ്മസ് എക്സാമിൻ്റെ ഒക്കെ ഒരു ട്രെൻഡ് നിങ്ങൾക്കറിയാം. ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ. ആൻഡ് അടുത്ത കാര്യം, ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ചാപ്റ്റർ വൈസോ അല്ലെങ്കിൽ ടോപ്പിക് വൈസോ പ്രീവിയസ് ഇയർ ആയിട്ടോ നിങ്ങൾക്ക് ഏതാണോ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണോ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ഡെയിലി ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് നിങ്ങൾ വരുത്തുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ് ഫോർമുലകൾ മറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫോർമുലാസ് ഡെയിലി റിവൈസ് ചെയ്യുക. ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു സബ്ജക്റ്റിൽ മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്സ് ആയിരിക്കും ഒരുവിധ ആൾക്കാരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫോർമുലാസ് ഡെയിലി റിവൈസ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുക. അതിന് നിങ്ങൾ മോക്ക് എക്സാമുകൾ വെറുതെ ഇങ്ങനെ എഴുതി നോക്കുക. ഒരു സബ്ജക്റ്റ് മാത്രമല്ലേ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊന്നും ചെയ്യുന്നതിന് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ആൻഡ് ഇതെല്ലാം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ എ ഗ്രേഡ് കിട്ടിയ 40,000 അടുത്ത് വരുന്ന കുട്ടികൾക്ക് A+ ആക്കി തരണമെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായുള്ള ഒരു സൊല്യൂഷനും കൂടി പറഞ്ഞു തരാം. എജുപോർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഗിഫ്റ്റ്. നിങ്ങൾക്ക് ഈ മാത്സ് മാത്രം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം, അതായത് ഫുൾ A+ എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ എ ഗ്രേഡ് എന്ന് പറയുന്നത് A+ ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. അതിൽ നിങ്ങൾ ജോയിൻ നൗ എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പേര്, ഫോൺ നമ്പർ, ഏതാണോ കോഴ്സ് വേണ്ടത്. മാത്സ് മാത്രമായിരിക്കും. അപ്പോൾ മാത്സ് മാത്രം സെലക്ട് ചെയ്യുക. പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ എവിടെയാണോ പേയ്മെൻറ്റ് ഓപ്ഷൻ അതിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് പൈസ അടിച്ച് ബാച്ചിൽ ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾ എജുപോർട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം. മെൻറ്റേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്യും. ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ലൈവ് ക്ലാസ്സുകൾ ഷെഡ്യൂളായിട്ട് ഉണ്ടാവും. ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ചോദ്യങ്ങൾ ഉണ്ടാവും. എല്ലാം പ്രാക്ടീസ് ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആക്കിക്കൊണ്ട് ഈ എ ഗ്രേഡ് നിങ്ങൾ A+ ആക്കണം. അപ്പോൾ മറക്കരുത്, ഒരുവിധം കുട്ടികൾക്കൊക്കെ 5 A+ കിട്ടിയ ആൾക്കാർക്കൊക്കെ A+ നഷ്ടമായിട്ടുള്ളത് മാത്സിലാണ്. അത് നമ്മൾ ഫുൾ A+ ആക്കി തന്നെ എടുക്കണം. മാത്സിൽ A+ പോയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഫുൾ A+ കിട്ടാതിരിക്കേണ്ട. സമയമുണ്ട്, ഒരു മാസം കൃത്യമായുള്ള സമയമുണ്ട്. പഠിച്ച് A+ലേക്ക് എത്തിക്കുക. അപ്പോൾ ബൈ.